സംസ്ഥാന ബജറ്റിൽ ഭക്ഷ്യമന്ത്രി GR അനിലിന് നീരസം. സപ്ലൈകോയെ പരിഗണിക്കാത്തതാണ് കാരണം. സപ്ലൈകോയുടെ കുടിശ്ശിക തീർക്കാൻ ബജറ്റിൽ ഒരു സഹായവുമില്ല. അതൃപ്തി മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും അറിയിച്ചേക്കും. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. ഷഫീദ്, എന്താണ് ഭക്ഷ്യമന്ത്രിയുടെ അതൃപ്തിക്ക് കാരണം? ഷഫീദ്, നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ കുറെ നാളുകളായി സപ്ലൈകോയിൽ കാര്യമായ പ്രതിസന്ധിയുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ നൽകാനുള്ള അല്ലെങ്കിൽ സർക്കാർ സഹായമായിട്ടടക്കം നൽകാനുള്ള കോടികളുടെ കുടിശ്ശികയുണ്ട് സപ്ലൈകോയ്ക്ക്. മാത്രവുമല്ല, ഈ സപ്ലൈകോയിൽ വിതരണം ചെയ്യേണ്ട ആളുകൾ അവർക്ക് നൽകാനുള്ള പണം അതടക്കമുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സപ്ലൈകോ. തൊഴിലാളികൾക്ക് ശമ്പളമടക്കം മുടങ്ങുന്ന സാഹചര്യം സപ്ലൈകോയിലുണ്ട്. മാത്രവുമല്ല, ഈ 13 സാധനങ്ങളുടെ ലഭ്യതക്കുറവടക്കം സപ്ലൈകോയിൽ കാലങ്ങളായി തുടരുകയായിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ ഈ രീതിയിൽ പോകുമ്പോൾ സപ്ലൈകോ പ്രതിസന്ധി പരിഹരിക്കാൻ ബജറ്റിൽ കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ആശ്വാസകരമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകും എന്നുള്ളതായിരുന്നു ഭക്ഷ്യവകുപ്പിന്റെ അടക്കം പ്രതീക്ഷ. ഭക്ഷ്യമന്ത്രി അടക്കം ആ പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ഇന്ന് ബജറ്റിൽ സപ്ലൈകോയെ കാര്യമായി പരിഗണിക്കുന്ന ഒരു തരത്തിലുള്ള പ്രഖ്യാപനവും ഇല്ലെന്ന് മാത്രമല്ല, സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ നവീകരണത്തിന് 10 കോടി രൂപ മാത്രമാണ് അനുവദിച്ചത്. 400 കോടിയിലധികം സാമ്പത്തിക ബാധ്യതയുള്ള സപ്ലൈകോയെ സംബന്ധിച്ചിടത്തോളം ആ തുക കൊണ്ട് ഒന്നുമാകില്ല എന്നുള്ളതാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് ഭക്ഷ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ കാര്യമായ അതൃപ്തി ഉണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നത്. ഇത് ഈ ബജറ്റ് അവതരണത്തിന് ശേഷം ധനമന്ത്രിക്ക് കൈകൊടുക്കുന്ന അല്ലെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആ രീതിയിലേക്ക് ഭക്ഷ്യമന്ത്രി കടന്നിട്ടില്ല എന്നുള്ള ആ ഒരു നീക്കം, ആ ഒരു കാര്യം കൂടി നമ്മൾ ഇന്ന് കണ്ടതാണ്. അപ്പോഴാണ് ഈ അതൃപ്തി അല്ലെങ്കിൽ നീരസം സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഇക്കാര്യം അറിയിക്കാൻ ഭക്ഷ്യമന്ത്രി തീരുമാനിച്ചതായിട്ടുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും സപ്ലൈകോയെ ഒരു തരത്തിലും പരിഗണിച്ചിട്ടില്ല എന്നുള്ള പഴി അത് സ്വാഭാവികമായും ഈ ബജറ്റിന് കേൾക്കേണ്ടി വരും. സപ്ലൈകോയെ അവഗണിച്ചു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്.